എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് മീൻ വറുക്കണതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ 2 കഷ്ണമാക്കി ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചിയാണ്. പിന്നെ നമ്മൾ ഒരു 11 ഉള്ളിയോ 10 ഉള്ളിയൊക്കെ ഉണ്ടാവും, അത് നമ്മൾ എടുക്കുക. പിന്നെ 2 പച്ചമുളക്, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക്. അത് പൊടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കുരുമുളക് ഇട്ട് കൊടുക്കുക. നമ്മളെ പൊടി ഉണ്ടായില്ല, അപ്പോൾ അതേ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവ് എന്തോരം വേണം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്, അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കണില്ല. കാരണം പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കാശ്മീരി മുളക് പൊടിയും ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് ഇട്ട് വരക്കുമായിരുന്നു. അതുണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി കേട്ടോ, ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചേർക്കാൻ നോക്കിക്കോളൂ, കുറച്ചുകൂടി ഒരു കളർ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മളൊരു ചെറുനാരങ്ങയുടെ പകുതി നീരൊഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് 1 സ്പൂണ് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ പകുതി ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ചേർക്കാമല്ലോ, നമ്മളെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, ഓയിലല്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മസാല നമ്മളെ മീനിനും നന്നായിട്ട് പിടിപ്പിക്കുക. പഞ്ഞീനൊക്കെ കുറച്ചുണ്ടായുള്ളൂ, പഞ്ഞീൻ കുറച്ചായാലും കൂടുതലായാലും അങ്ങോട്ട് നന്നായിട്ട് മസാല പിടിപ്പിക്കുക. മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് നന്നായി മസാല തേക്കാം. കണ്ടോ, നമ്മൾ മസാല വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം എന്തായാലും വെക്കണമല്ലോ. അപ്പോൾ അതേപോലെ മസാല ഉള്ളിൽ അങ്ങോട്ട് പുരട്ടി നന്നായിട്ട് പുരട്ടി മസാലയൊക്കെ അങ്ങോട്ട് ആക്കി തേച്ച് കുറച്ച് നേരം വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഓക്കെ, ബൈ.